അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ സാധാ റേറ്റാണ് കേട്ടോ. നമ്മുടെ സാധാ അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന സുവോളജിക്കൽ പാർക്കിൻ്റെ ടിക്കറ്റ് നമ്മൾ എടുത്തിരിക്കുകയാണ് കേട്ടോ. 2 ടിക്കറ്റ് 100 വെച്ചിട്ട് ഞങ്ങൾ 2 ടിക്കറ്റ് എടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ വരുന്നവർക്ക് ഇനി ക്യാഷും ഗൂഗിൾ പേ ആയിട്ട് തന്നെ കൊടുക്കാം. ക്യാഷ് കൗണ്ടർ ഓപ്പൺ ആവുന്നുള്ളൂ. ഇന്നിപ്പോൾ തുടക്കമായാലും കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ക്യാഷ് കൗണ്ടറും ഓപ്പൺ ആവും. അപ്പോൾ എന്തായാലും നമ്മുടെ ആദ്യ ടിക്കറ്റ്, നമ്മുടെ തൃശ്ശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൻ്റെ ആദ്യ ടിക്കറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഉള്ളിലോട്ട് പോയിട്ടുള്ള കാഴ്ചകൾ കാണാം. ബസ്സും കാര്യങ്ങളൊക്കെ ഉള്ളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. ഇനി സൂ കാണാനുള്ള തിരക്കിലാണ് എല്ലാവരും. അപ്പോൾ എന്തായാലും നമ്മുടെ ടിക്കറ്റ് നമ്മുടെ കയ്യിൽ കിട്ടി നിങ്ങൾക്ക് കാണാം. ഇവിടെ നമ്മൾ ഓട്ടോമാറ്റിക് മെഷീനിലാണ് ടിക്കറ്റ് എടുത്താൽ, അല്ലാതെ ക്യാഷ് കൊടുത്തെടുക്കാം. ഗൂഗിൾ പേ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ബസ് ഇവിടെ കിടക്കുന്നുണ്ട്, അതുപോലെ ഒരു ബസ് അപ്പുറത്തും കിടക്കുന്നുണ്ട്. അങ്ങനെ സുവോളജിക്കൽ പാർക്കിൻ്റെ വലിയൊരു കാത്തിരിപ്പിന് ശേഷം നമ്മളെല്ലാവരും ഉള്ളിലേക്ക് കിടക്കാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. അപ്പോൾ നമ്മുടെ തൃശ്ശൂർ സുവോളജിക്കൽ പാർക്കിൻ്റെ നമ്മൾ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അത് നിങ്ങൾക്ക് വരുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ എന്തായാലും ഫുഡിൻ്റെ കാര്യത്തിൽ ഇനി ആരും ടെൻഷൻ അടിക്കേണ്ട. അപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കാനുള്ള എല്ലാ സൗകര്യവും ഇത് ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ എന്തായാലും അത് ഗംഭീരമായിട്ടുള്ളൊരു സംഭവം തന്നെയായിരുന്നു. നമ്മുടെ ഫുഡിൻ്റെ റേറ്റിംഗ് കാര്യങ്ങൾ നോർമൽ റേറ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആരും പേടിക്കേണ്ട. അപ്പോൾ ധൈര്യമായിട്ട് ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് കയറാം, അല്ലെങ്കിൽ വന്നിട്ട് വേണമെങ്കിലും ഫുഡ് കഴിക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ സാധാ റേറ്റാണ് കേട്ടോ. നമ്മുടെ സാധാ നോർമൽ റേറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും സൂ തുറക്കുമ്പോൾ ഇവിടെ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ പറ്റുന്ന ഒരു പേടിക്കേണ്ട. സാധാ നോർമൽ റേറ്റാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് കേട്ടോ ഫുഡിന് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിനി വെയിറ്റ് ചെയ്ത് നേരെ ബസ്സിലോട്ട് പ്രവേശിക്കാം. ഇതുപോലെ 2 ബസ്സുണ്ട്, ഇലക്ട്രിക്കൽ ബസ്സുണ്ട്. അതിൽ നിങ്ങൾക്ക് സുഖമായിട്ട് തന്നെ സുവോളജിക്കൽ പാർക്കിലേക്ക് കാഴ്ചകളുണ്ട്. ഓരോ ഏരിയയിൽ നിർത്തി കാഴ്ചകൾ കാണാൻ സാധിക്കും. ഇലക്ട്രിക്കൽ ബസ്സാണ് കേട്ടോ, പ്രകൃതി സൗഹൃദമായ ബസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ എന്തായാലും വലിയൊരു മാറ്റം, നമ്മളൊരു വേറെ സ്ഥലത്ത് എത്തിയൊരു ഫീലാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും അടുത്ത 2ാമത്തെ ബസ്സും പാസ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ മൃഗങ്ങളെ കണ്ടാനുള്ള ആദ്യത്തെ യാത്ര നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും മിനിസ്റ്ററൊപ്പം നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങി ഇനിയിപ്പോൾ ആ കൂടുകളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു ഭാഗത്ത് മാനും ഒരു ഭാഗത്ത് പുലിനെ നമുക്ക് കാണാൻ പറ്റും. അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് കേട്ടോ. താഴത്തേക്ക് ഇറങ്ങി ഇതിനൊക്കെ തൊട്ടടുത്ത് കാണാൻ പറ്റിയൊരു സന്തോഷ നിമിഷമായിരുന്നു കേട്ടോ ഈ സൂവിൻ്റെ ഓപ്പണിങ്. അപ്പോൾ എന്തായാലും ഇന്ന് മുതൽ എല്ലാവർക്കും സുവോളജിക്കൽ പാർക്കിലേക്ക് സുഖമായിട്ട് ടിക്കറ്റ് എടുത്ത് കയറാൻ സാധിക്കും കേട്ടോ. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പോൾ അത് നമ്മുടെ കടുവയൊക്കെ തൊട്ടടുത്തൂടെ നമുക്ക് കാണാൻ സാധിക്കും. തൊട്ടടുത്ത് നമുക്ക് കടുവേനെ കാണാൻ സാധിക്കുന്നൊരു അടിപൊളി നിമിഷമാണ് കേട്ടോ ഇപ്പോൾ. അതുപോലെ തന്നെ ഒരു കാട്ടി എന്നറിയപ്പെടുന്ന, അതായത് കാട്ടുപോത്തിന് വിളിക്കുന്ന കാട്ടി എന്നറിയപ്പെടുന്ന ആ ഒരു മൃഗത്തെ നമുക്കിവിടെ കാണാൻ സാധിക്കും കേട്ടോ. ഇതിൻ്റെ താഴത്ത് പോയാൽ തൊട്ടടുത്ത് കാണാം. നമ്മൾ മോളിൽ നിന്നെടുത്തൊരു വിഷ്വലാണ് ഇത് കേട്ടോ. അപ്പോൾ എന്തായാലും അങ്ങനത്തെ വലിയ വലിയ കാഴ്ചകൾ അതിമനോഹരമായിട്ട് തന്നെ തൃശ്ശൂർ സുവോളജിക്കൽ പാർക്കിൽ കാണാൻ സാധിക്കും. ആരും മിസ് ചെയ്യണ്ട. അതുപോലെ തന്നെ നമുക്ക് പോകുന്ന വഴിക്ക് ഇതുപോലത്തെ കഫ്തേരിയകൾ കാണാൻ സാധിക്കും. അവിടെ നമുക്ക് ലൈറ്റായിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാം. നിങ്ങൾ ബസ്സിൽ വന്നിട്ടും അതല്ല ഈ നടന്നു വരുമ്പോൾ ഒരുപാട് നമ്മൾ നടന്ന് കാണാനുള്ള കാഴ്ചകളുണ്ട്. അപ്പോൾ എന്തായാലും ഇതുപോലത്തെ കഫ്തേരിയകൾ കയറി നിങ്ങൾക്ക് ഫുഡൊക്കെ വാങ്ങിച്ച് കഴിക്കാം. നോർമൽ നമ്മുടെ സാധാ കടയിലെ റേറ്റും കാര്യങ്ങളെ വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും
സുവോളജിക്കൽ പാർക്കിൻ്റെ യാത്ര അങ്ങനെ നമ്മൾ ബസ്സിൽ നടത്താൻ പോവാണ്. വീണ്ടും നമ്മൾ ബസ്സിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞു. നമ്മുടെ ഡയറക്ടർ സാറ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വിവരിച്ച് തരുന്നുണ്ട്. ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ 6 മാസത്തിനുള്ളിൽ പുതിയ ജിറാഫ് അടക്കം എല്ലാ മൃഗങ്ങളെയും എത്തിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. പാർക്കിംഗ് നമുക്ക് കാണാട്ടോ, ഒരുപാട് വണ്ടികൾ സുഗമമായി തന്നെ നമുക്ക് പാർക്കിങ്ങിൽ പാർക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമ്മൾ മൊത്തം ചുറ്റി വന്നതിന് ശേഷവും നമ്മൾ വീണ്ടും കാഴ്ചകൾ കാണാൻ പോകുന്നുണ്ട് കേട്ടോ. എന്തായാലും അങ്ങനെ ഒരുപാട് കാഴ്ചകൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അപ്പോൾ എന്തായാലും വരുന്നവർ അടിപൊളിയായിട്ട് കാഴ്ചകൾ കാണാൻ നേരെ ഇങ്ങോട്ട് തന്നെ പോകുന്നോട്ടോ. പല സോണുകളുണ്ട്, കൽഗ സോൺ, അതുപോലെ തന്നെ സൈലന്റ് വാലി സോൺ. ഇതൊക്കെ നിങ്ങൾ പതുക്കെ വന്ന് മാത്രമാണ് കാണാൻ സാധിക്കുക. ഒറ്റയടിക്ക് നിങ്ങൾക്ക് കണ്ടു തീർക്കാൻ പറ്റില്ല, കാരണം അത്രയ്ക്കധികം നടക്കാനുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പുള്ളിമാൻ്റെ കാണാൻ സാധിക്കും. പുള്ളിമാനൊക്കെ ശരിക്കും എൻജോയ് ചെയ്യാണെന്ന് വേണമെങ്കിൽ പറയാം, കാരണം അവർ കാട്ടിൽ എങ്ങനെയാണോ നിൽക്കുന്നത് ആ ഒരു അവസ്ഥയിലാണ് അവരിപ്പോൾ ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കാണുമ്പോൾ മനുഷ്യരെന്ന രീതിയിൽ നമുക്ക് സന്തോഷിക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ മ്ലാവും അതുപോലെ തന്നെ പന്നിമാനും 2 സൈഡും അപ്പുറത്തും ഇപ്പുറത്തായിട്ട് പാർപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് തൊട്ടടുത്ത് വന്ന് കാണാൻ സാധിക്കും എന്നുള്ളതാണ് വളരെ ഹൈലൈറ്റ് ആയിട്ടുള്ള സംഭവം. അപ്പോൾ ഈ പന്നിമാനൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ. അതൊക്കെ എൻജോയ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ തൊട്ടടുത്ത് തന്നെ കാണിക്കാം. നമ്മൾ വിദേശ രാജ്യത്ത് യാത്ര ചെയ്ത് കാണുന്ന കാഴ്ചകൾ നമ്മുടെ നാട്ടിൽ തൊട്ടടുത്ത് ഈ ഒരു മ്ലാവ് ഉണ്ട്, നമ്മുടെ തൊട്ടടുത്താണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അതും വളരെയധികം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു മൊമെൻ്റ് തന്നെയാണ്. പുറത്തേക്കൊന്നും ഇനി പോകണ്ട, പുത്തൂരിലേക്ക് വന്നാൽ കാഴ്ചകൾ അതിമനോഹരമായിട്ട് തന്നെ കാണാം. അതുപോലെ തന്നെ മറ്റൊരു സെക്ഷനിൽ പക്ഷികളുടെ ഒരു വലിയ ശേഖരം കാണാൻ സാധിക്കും. നമ്മുടെ ആദ്യം തന്നെ തുടങ്ങുന്നത് തന്നെ നമ്മുടെ മയിലിൽ നിന്നായിരുന്നു. മയിലിൽ നിന്നും പിന്നെ ഒരുപാട് തത്തകൾ, അതുപോലെ ഒരുപാട് വെറൈറ്റി പക്ഷികൾ, മക്കാവൂ എന്നൊക്കെ പറഞ്ഞ പക്ഷികളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും സംഭവം ഒരു രക്ഷയില്ല, നിങ്ങൾ വന്ന് കാണണം. ഇവിടെ നിൽക്കുന്ന സ്റ്റാഫുകളാണ്, മൃഗങ്ങളെ നോക്കുന്ന സ്റ്റാഫുകളുണ്ട്. അവർക്ക് നല്ല ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെ തുടക്കം തന്നെ ഗംഭീരം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് മുതലക്കുട്ടന്മാരെയും കാണാൻ സാധിക്കും. മുതലയും നമുക്ക് തൊട്ടടുത്ത് തന്നെ കാണാൻ സാധിക്കും. അതുപോലെ കുരങ്ങന്മാരുണ്ട്, ഒരുപാട് കാഴ്ചകൾ ഉള്ളിലുണ്ട്. നടന്ന് നിങ്ങൾ കണ്ടേ പറ്റുള്ളൂ. അതുപോലെ തന്നെ അതിന് വേണ്ടി മാത്രം നിങ്ങൾ സൂയിലേക്ക് വരിക. ശേഷം സൂ ഓപ്പൺ ആയിരിക്കും. സാർ എന്താണ് പറയാനുള്ളത്? വളരെ സന്തോഷമുണ്ട്, കാരണം ഒരു കേരളത്തിലെ ജനങ്ങളുടെ ഒരു ചിരകാല അഭിലാഷമായിരുന്നു തൃശ്ശൂർ സുവോളജിക്കൽ പാർക്കിൻ്റെ ഓപ്പണിംഗ്. എന്നും എല്ലാവരും കേരളത്തിന് അങ്ങോളം ഇങ്ങോളമുള്ള ആൾക്കാർ, തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരെല്ലാം വിളിച്ച് ചോദിക്കും എന്നാ സൂ ഓപ്പൺ ചെയ്യുന്നത്. സൂ ഓപ്പൺ ചെയ്യാൻ കഴിഞ്ഞ മാസം നമ്മൾ എല്ലാം ശ്രമിച്ചതായിരുന്നു. പക്ഷേ റോഡിൻ്റെ വർക്കുകളുടെ വർക്ക് നടക്കുന്നതുകൊണ്ട് ആ വർക്ക് നടക്കുന്നതിനിടയ്ക്ക് സൂ തുറന്നു കഴിഞ്ഞാൽ അത് ശരിക്കും ഒരു ബ്ലോക്ക് വരാൻ ചാൻസ് ഉണ്ടെന്നുള്ളത് ഇതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ച് ദിവസം നീട്ടി വെച്ചത്. അപ്പോൾ എന്തായാലും ഒരു 10 വർഷത്തെ കാത്തിരിപ്പാണ് ഇപ്പോൾ അവസാനം സഫലമായിരിക്കുന്നത്. അതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ആ സന്തോഷത്തിൽ ജനങ്ങൾ നമ്മളെക്കാളും സന്തോഷവാനാണെന്ന് ജനങ്ങളുടെ മുഖഭാവവും ബാക്കിയുള്ള കാണുമ്പോൾ അറിയാം. അതുപോലെ ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട 2 മന്ത്രിമാരും നടക്കുമ്പോൾ അനിമൽസിൻ്റെ തന്നെ ആക്ഷൻ, ഒരു ഷൂട്ടിംഗ് നടക്കുന്ന പോലുള്ള ഒരു ആക്ഷനായിരുന്നു അനിമൽസിൻ്റെ നിന്നുണ്ടായത്. പുലിയിൽ നിന്നായാലും കടുവയിൽ നിന്നായാലും എല്ലാം ആ ഒരു ഇതാണ് ഉണ്ടായത്. അപ്പോൾ അവർ പോലും നമ്മുടെ ജനങ്ങളെ വരവേൽക്കാനായിട്ട് തയ്യാറായിട്ടുണ്ടെന്നുള്ളതാണ് അതിൻ്റെ മനസ്സിലാകുന്നത്. വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇതിൽ സമയം ഇപ്പോൾ നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത് എല്ലാ സൂര്യനും പോലെ തന്നെ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ്. ടിക്കറ്റ് കൊടുക്കും. 6 മണി വരെ അവർക്ക് ആൾക്കാർക്ക് ഉണ്ടാവാം, ഇവിടെ നിന്നിട്ട് തിരിച്ചിറങ്ങാം. കാരണം ഇത് നമ്മൾക്കെല്ലാം ഇതിനെ ബേസ് ചെയ്യുന്നത് നമ്മുടെ ചട്ടക്രമങ്ങളല്ല, നമ്മുടെ മൃഗങ്ങളുടെ സമയക്രമം, മൃഗങ്ങളെ കയറ്റുന്നതിനും ഭക്ഷണം കൊടുക്കുന്നതിനും. കാരണം ഇവരെ കൂട്ടിലേക്ക് തിരിച്ച് കയറ്റുന്നതെല്ലാം നമുക്കിപ്പോൾ അല്ലാതെ കയറ്റാൻ പറ്റില്ല, കാരണം ഭക്ഷണത്തിൻ്റെ സമയത്ത് മാത്രമേ ഇവരെ കയറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ക്രമീകരിച്ചാണ് നമ്മൾ സമയം എല്ലാ സൂകളിലും സമയം ക്രമീകരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് 9 തൊട്ട് 5 വരെയാണ്. അപ്പോൾ അത് ചില ദിവസങ്ങൾ ചിലപ്പോൾ കൂട്ടാൻ പറ്റും. പിന്നെ തിങ്കളാഴ്ച അത് വർക്കിംഗ് ഡേ അല്ല, സൂവിന് ഹോളിഡേ ആയിരിക്കും. ബാക്കി ഞങ്ങൾ ഓഫീസുണ്ടാവും, പക്ഷേ സന്ദർശകർക്ക് അന്ന് ഒഴിവായിരിക്കും. സന്ദർശകർ നമുക്ക് കയറ്റിവിടാൻ പറ്റില്ല. അത് ഒരാഴ്ച മുതൽ ഒരു 6 മാസത്തിനകത്ത് വരെ നമുക്കിത് എത്താം. അപ്പോൾ എന്തായാലും വളരെ നന്ദി സാർ. നമ്മളെന്തായാലും കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. എന്തായാലും വലിയൊരു കൺഗ്രാറ്റ്സ് സാറിന് നേരെയാണ്. എന്തായാലും ഇത് ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളൊരു കൂട്ടായ ജനങ്ങളുടെയും ഇവിടുത്തെ മുമ്പുള്ള വർക്കേഴ്സിൻ്റെയും ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ആൾക്കാർ എല്ലാവരുടെയും ഒരു കൂട്ടായ ശ്രമം. CPWD ഉണ്ട്, എഞ്ചിനീയറിംഗ് കോളേജുണ്ട്, KFRA ഉണ്ട്, പിന്നെ നമ്മൾ ഇവിടുത്തെ തന്നെ ജീവനക്കാർ, ഇവിടുത്തെ തൂക്കുന്ന ആൾക്കാർ മുതൽ ഈ മേലുള്ള ആൾക്കാർ വരെയുള്ള ആൾക്കാരുണ്ട്, സ്പെഷ്യൽ ഓഫീസറുണ്ട്. ഇദ്ദേഹത്തിൻ്റെ എല്ലാവരുടെയും ഒരു കൂട്ടായ ശ്രമത്തിൻ്റെ ഫലമായാണ് ഇത് നമുക്ക് ഈ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ പറ്റിയത്.
അതിന് എല്ലാവരെയും നമ്മൾ സുവോളജിക്കൽ പാർക്കിലേക്ക് കാഴ്ചകളെ കണ്ട് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇനി ഓരോ ബസ്സുകളായിട്ട് ഇനി വരാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അവിടെ. അപ്പോൾ എന്തായാലും ഇന്ന് മുതൽ രാവിലെ 9 മണി തൊട്ട് 5 മണി വരെ എല്ലാവർക്കും സുവോളജിക്കൽ പാർക്കിലേക്ക് വരാം. ടിക്കറ്റ് എടുക്കുമ്പോൾ ബസ്സിനും കൂടെയുള്ള ടിക്കറ്റ് അവിടെ നിന്ന് ഉള്ളിൽ നിന്ന് എടുക്കാൻ സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ കാഴ്ചകൾ അടിപൊളിയാണ്. കടുവേനൊക്കെ തൊട്ടടുത്ത് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തിങ്കളാഴ്ച ദിവസം മുടക്ക് ദിവസമാണ്, അന്ന് വരരുത്. ബാക്കി എല്ലാ ദിവസവും നിങ്ങൾക്ക് ഇനി സൂയിലേക്ക് വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല, നമ്മളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കണം. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ബൈ.